ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് തന്ന നോട്ട് എല്ലാവരും എഴുതിയെടുത്ത് പഠിച്ചു വന്നിരിക്കട്ടെ. 13ാമത്തെ കണക്ക് വരെയാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഇന്ന് 14ാമത്തെ കണക്കോട്ട് തുടങ്ങുവാണ്. 24 കണക്കുണ്ട് ഈ പാഠം. അത് കഴിഞ്ഞ് ഒരു പരീക്ഷയുള്ളതാണ്. ഇപ്പോൾ പഠിച്ചാൽ നല്ലത്. ഇനി ഈ പാഠങ്ങളൊന്നും ഒന്നുകൂടെ പഠിപ്പിക്കാൻ സമയമില്ല. ആ കാര്യം നിങ്ങൾ തിരിച്ചറിയുക. വീണ്ടും പഠിപ്പിക്കുമെന്ന് വിചാരിച്ച് കുറേ പിള്ളേരിപ്പുണ്ട്. അത് ജന്മത്തിൽ സാധിക്കുന്ന കാര്യമല്ല. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ടു ഫോം എ നോൺ സീറോ റിഫ്ലക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വായിക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ടു ഫോം എ നോൺ സീറോ റിഫ്ലക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് n എലമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ആണ്? n എലമെൻറ്റ്സ്. ആ എല്ലാ എലമെൻറ്റുകൾക്കും എന്തുണ്ടായാൽ മാത്രമേ റിഫ്ലക്സീവ് റിലേഷൻ അവിടെ ഉണ്ടാവുകയുള്ളൂ? For all small a belongs to capital A, ordered pair AA belongs to R എന്നാണ്. അപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ for all n എലമെൻറ്റ്സിനും ഓർഡേഡ് പെയർ AA ബിലോങ്സ് ടു R എന്ന രൂപത്തിലുള്ള ഓർഡേഡ് പെയേഴ്സ് വേണം. ഓർഡേഡ് പെയർ AA എന്ന രൂപത്തിലുള്ള ഓർഡേഡ് പെയേഴ്സ് ആ റിലേഷനിൽ വേണം. അതുകൊണ്ട് n എലമെൻറ്റ്സ് ഉള്ള സ്ഥിതിക്ക് എത്ര ഓർഡേഡ് പെയർ വേണം? n ഓർഡേഡ് പെയേഴ്സ് വേണം. എങ്കിൽ മാത്രമേ റിഫ്ലക്സീവ് റിലേഷൻ ആവുള്ളൂ. ബി പാർട്ട് ഓൺ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ആറ് റിലേഷനല്ല, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എസ് ഈസ് എ റിലേഷൻ. എസ് ഈസ് ഇക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, വൈ ബിലോങ്സ് ടു ആർ, എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു എക്സ് വൈ. നമ്മുടെ റിലേഷൻ്റെ പേര് എസ് എന്നാണ്. അതിങ്ങനെയാണ്, എസ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു എക്സ് വൈ. ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കൂട്ടി കഴിയുമ്പോൾ അവ തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമായിട്ട് വന്നാൽ മാത്രമേ ആ ഓർഡേഡ് പെയർ എസ്സിലുള്ളൂ. ഇത് റിയൽ നമ്പേഴ്സാണ്, എക്സും വൈയും. ഫൈൻഡ് എ ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എ ഈസ് നെവർ ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ആൻ ഓർഡേഡ് പെയർ ഇൻ എസ്. അപ്പോൾ നമുക്കൊരു എ കാണണം. പക്ഷേ പ്രത്യേകതയുണ്ട്, ഒരിക്കലും അത് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഓർഡേഡ് പെയർ ഇൻ എസ് ആകരുത്. അതുപോലെ ഓൾസോ ഫൈൻഡ് ബി ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് ബി ഈസ് നെവർ ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ആൻ ഓർഡേഡ് പെയർ ഇൻ എസ്. ബി ഒരിക്കലും സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ആൻ ഓർഡേഡ് പെയർ ഇൻ എസ് ആകരുത്. അങ്ങനെയുള്ള ബിയും കാണുക, എയും കാണുക. തന്നിരിക്കുന്ന കാര്യം എടുത്തെഴുതി. എസ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു എക്സ് വൈ ഇഫ് എ ഈസ് ഫസ്റ്റ് എലമെൻറ്റ്. എ ഫസ്റ്റ് എലമെൻറ്റ് ആകരുതെന്നാണ് പറഞ്ഞത്. എ ഫസ്റ്റ് എലമെൻറ്റ് ആയാൽ എന്ത് സംഭവിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് എ വന്നാൽ എ പ്ലസ് വൈ ഈസ് ഇക്വൽ ടു എ വൈ എന്ന് വരും. ഇത് കഴിഞ്ഞൊരു സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് വൈ ഉള്ള രണ്ട് ടേംസ്, ഒന്നിത് ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ എളുപ്പമുണ്ട്. ഈ സ്റ്റെപ്പ് മനസ്സിലായി, ഞാനത് എഴുതാൻ വിട്ടുപോയി. ഈ വൈയും കൂടി ഈ ആർ എച്ച് എസിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ എ വൈ മൈനസ് വൈ ആർ എച്ച് എസിൽ വന്നു. എൽ എച്ച് എസിൽ എന്ത് കിടപ്പുണ്ട്? എ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ ഈസ് ഇക്വൽ ടു എ വൈ മൈനസ് വൈ. ഈ ആർ എച്ച് എസ് സി കിടക്കുന്നതിൽ നിന്ന് വൈ കോമൺ എടുക്കുമ്പോൾ വൈ ഇൻറ്റു എ മൈനസ് വൺ ഈസ് ഇക്വൽ ടു എ എന്ന് കിട്ടും. അപ്പോൾ വൈ എന്താണ്? എ ബൈ എ മൈനസ് വൺ. ഇതൊരു റാഷണൽ ഫങ്ഷൻ ആയതുകൊണ്ട്, ഭിന്നസംഖ്യ രൂപം ആയതുകൊണ്ട്, റാഷണൽ നമ്പറിൻ്റെ രൂപം, റാഷണൽ ഫങ്ഷൻ അല്ല, റാഷണൽ നമ്പറിൻ്റെ രൂപം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരാൻ പാടില്ല. എപ്പോഴാണ് ഡിനോമിനേറ്റർ 0 വരുന്നത്? എക്ക് 1 വരുമ്പോൾ. അപ്പോൾ എക്ക് ഒരിക്കലും വരാൻ പാടാത്ത വില എന്താണ്? 1. അങ്ങനെ എ കനോട്ട് ബി ഈക്വൽ ടു 1 കണ്ടുപിടിച്ചു. ബി സെക്കൻഡ് എലമെൻ്റ് ആയാൽ നമ്മുടെ ഈ എസ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു എക്സ് വൈക്ക് എന്ത് സംഭവിക്കും? വൈ ആണ് സെക്കൻഡ് എലമെൻറ്റ്. ബി സെക്കൻഡ് എലമെൻ്റ് ആയാൽ എക്സ് പ്ലസ് ബി സമ എക്സ് ബി എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കണത്, എസ് പ്ലസ് ബി സമ എക്സ് ബി. ഇവിടെയും എക്സിൻ്റെ രണ്ട് ടേം, ഒന്നിത് എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എക്സിൻ്റെ അടുത്തേക്ക് എസ് ബിയും കൂടെ കൊണ്ടുവരിക. എക്സ് മൈനസ് എക്സ് ബി സമം, അപ്പോൾ ഈ ബി ആർ എച്ച് എസ് സി കൊണ്ടുവരിക മൈനസ് ബി ആയിട്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾ എഴുതി ചേർക്കുക. അപ്പോൾ എന്ത് വന്നു? എക്സ് കോമൺ എടുത്തു, 1 മൈനസ് ബി വരും കൂടെ, സമം മൈനസ് ബി. അതിൽ നിന്ന് എക്സ് എന്നാന്ന് കിട്ടി? മൈനസ് ബി ബൈ 1 മൈനസ് ബി. ഇവിടെയും ഇതും റാഷണൽ നമ്പറിൻ്റെ രൂപമായതുകൊണ്ട് ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വരുന്നത് ബിക്ക് 1 വരുമ്പോഴാണ്. അപ്പോൾ ബിക്ക് 1 വന്നാൽ പ്രശ്നമുണ്ട്. ബിക്ക് അപ്പോൾ ഒരിക്കലും വരാൻ പാടാത്ത വിലയാണ് 1. ബി കനോട്ട് ബി ഈക്വൽ ടു 1. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് എക്സ് 3s പ്ലസ് 4 ബൈ എസ് മൈനസ് 2 എക്സ് നോട്ട് ഈക്വൽ ടു 2. ഈ കണ്ടീഷൻ ക്വസ്റ്റിൻ്റെ കൂടെ തന്നത്. നിങ്ങൾ കൂടുതലും മൈൻഡ് ചെയ്യേണ്ട, വേറെ ഒന്നിനുമല്ല. താഴെ ഒരിക്കലും 0 വരാൻ പാടില്ലല്ലോ, അതിനാണ്. താഴെ 0 വരുന്നത് എക്സിന് 2 വരുമ്പോഴാണ്. അപ്പോൾ എക്സ് ഒരിക്കലും 2 വരാൻ പാടില്ല. ഫൈൻഡ് എ ഫംഗ്ഷൻ ജി എക്സ് ഓൺ എ സ്യൂട്ടബിൾ ഡൊമൈൻ സച്ച് ദാറ്റ് ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എഫ് ഡോട്ട് ജി ഓഫ് എക്സ്. ഈ കണ്ടീഷൻ പാലിക്കുന്ന
എഫ് എക്സ് തന്ന സ്ഥിതിക്കുള്ള ജി എക്സ് കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് തന്നിരിക്കുന്ന കണ്ടീഷൻ? ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോഴും എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ചെയ്യുമ്പോഴും എക്സ് തന്നെ കിട്ടി. ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ടാണ് ഈ എക്സ് വന്നേക്കണേ. ജി ഡോട്ട് എഫ് ചെയ്യുമ്പോഴും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, എഫ് ഡോട്ട് ജി ചെയ്യുമ്പോഴും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. എക്സ് എന്ന എലമെൻറ്റിൽ ജി ഡോട്ട് എഫ് ഒരു മാറ്റവും വരുത്തിയില്ല, എക്സ് തന്നെ കിട്ടി. എഫ് ഡോട്ട് ജിയും ആ എലമെൻറ്റിൽ ഒരു മാറ്റവും വരുത്തിയില്ല, എക്സ് തന്നെ കിട്ടിയെന്നാണ്. ഇങ്ങനെ ജി ഡോട്ട് എഫും എഫ് ഡോട്ട് ജിയും ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് വരുമ്പോൾ ജി എഫിൻ്റെ ഇൻവേഴ്സാണ്. ജി എഫിൻ്റെ ഇൻവേഴ്സാണ്. അപ്പോൾ നമ്മളിവിടെ ജി എക്സ് കാണാൻ ചോദിച്ചാൽ എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടാൽ മാത്രം മതി. പണ്ട് ഒരു കണക്കിൽ എഫിൻ്റെ ഇൻവേഴ്സ് കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വൈ ആയിട്ട് ഇതെടുത്തിട്ട് അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എക്സ് കണ്ടുപിടിക്കുന്ന രീതിയാണ് എഫിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ളത്. അപ്പോൾ വൈ ആയിട്ട് എഫ് എക്സ് എഴുതി 3s + 4/s-2 ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ലൈൻ ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെ. if g dot f of x f dot g of x x then g is equal to f inverse എന്നാണ്. ഇനി എഫിൻ്റെ ഇൻവേഴ്സ് കാണാൻ y ആയിട്ട് എഫ് എക്സ് എടുത്തു 3s + 4/s-2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. y × s-2 is equal to 3s + 4 xy - 2y is equal to 3s + 4 x yയുടെ അടുത്തേക്ക് ഈ 3x കൂടെ കൊണ്ടുവന്നു, എന്നിട്ട് x പുറത്തെടുത്തു y - 3. അപ്പോൾ -2y 4ൻ്റെ അടുത്തേക്ക് പോയി 4 + 2y. അതിൽ നിന്ന് x കണ്ടുപിടിച്ചു 4 + 2y/y - 3. അങ്ങനെ എക്സിൻ്റെ വില വൈയുടെ രൂപത്തിൽ കിട്ടി. ഈ എക്സിന് പറയുന്ന പേര് എഫ് ഇൻവേഴ്സ് വൈ എന്നാണ്. 4 + 2y/y - 3. ഈ എഫ് ഇൻവേഴ്സ് വൈ എഫ് ഇൻവേഴ്സ് എക്സ് ആക്കി മാറ്റിയാൽ മതി. വൈയുടെ സ്ഥാനത്ത് എക്സ് ഇട്ടാൽ, അപ്പോൾ ഇവിടെ എല്ലാം വൈയുടെ സ്ഥാനത്ത് എക്സ് ഇട്ടാൽ മതി. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്താണെന്ന് മനസ്സിലായി. 4 + 2s/s - 3. ഈ എഫ് ഇൻവേഴ്സ് എക്സ് ആണ് ജി എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, if f x sin x g s x square s belongs to R, find f dot g and g dot f. f x g x തന്നിട്ടുണ്ട്. x belongs to R, set of real numbers. f dot g g dot f കാണാൻ ഒരുപാട് കണക്ക് ചെയ്തതാണ്. f dot g of x കാണാൻ പറ്റുള്ളൂ. f of g x എന്നാണ് അതിൻ്റെ ഫോർമുല. f of x square. f of x squareൻ്റെ വില കാണാൻ f xയിലേക്ക് നോക്കണം. x എന്തായി മാറി? s square. അപ്പോൾ sin x എന്തായി മാറും? sin x square. എഫ് എക്സ് സ്ക്വയറും എഫ് ഓഫ് എക്സും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എസ് സ്ക്വയറാണ് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ സൈൻ എക്സ് മാറി സൈൻ ഇവിടെ എസ് സ്ക്വയർ കയറി വരും. സൈൻ എസ് സ്ക്വയർ. എസ് സ്ക്വയർ എന്ന ആംഗിളിൻ്റെ സൈൻ. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു ജി ഓഫ് എഫ് എക്സ് ഈസ് ഇക്വൽ ടു ജി ഓഫ് സൈൻ എക്സ് വരെ എഴുതി. ഇതും കൂടെ കമ്പയർ ചെയ്താണ് ഇതിൻ്റെ ആൻസർ എഴുതണേ. എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് കിടക്കുമ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് കയറ്റിയിട്ടാൽ മതി. സൈൻ എക്സിൻ്റെ ഓൾ സ്ക്വയർ, അതായത് സൈൻ സ്ക്വയർ എക്സ്. ബി പാർട്ട്, കൺസിഡർ ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ഓൺ സെറ്റ് എ സെറ്റ് 1 to 48. ഓപ്പറേഷൻ എന്താണ്? എ സ്റ്റാർ ബി എൽ സി ഓഫ് എ ആൻഡ് ബി. ഇവിടെ സ്റ്റാർ ചെയ്യുന്ന പണി എയുടെയും ബിയുടെയും എൽ സി എടുക്കുകയാണ്. ഷോ ദാറ്റ് സ്റ്റാർ ഈസ് ബൈനറി ഓപ്പറേഷൻ. പിന്നെ 2, 3 ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യം, ഷോ ദാറ്റ് സ്റ്റാർ ഈസ് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ്റെ നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എയും ബിയും ഏത് സെറ്റിലാണോ ആ സെറ്റിൽ തന്നെ എ സ്റ്റാർ ബി ചെയ്ത് കിട്ടുന്ന ആൻസറും വരണം. എങ്കിൽ മാത്രമേ സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്ത് നോക്കിയത് ഒരു ടേബിൾ വരച്ചാണ്. ബൈനറി ഓപ്പറേഷൻ്റെ ചില കണക്ക് ടേബിൾ വഴി ചെയ്യാൻ എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. എ എന്ന സെറ്റിലെ 1 to 48 ആണ് ക്വസ്റ്റിനിൽ വരുന്ന എലമെൻറ്റ്സ്. കണ്ടോ? 1 to 48 ഇവിടെ മാത്രമല്ല ഇവിടെ എഴുതണം. ക്വസ്റ്റിനിൽ വരുന്ന എലമെൻറ്റ്സ് ഈ രണ്ട് സൈഡിലും എഴുതണം. സ്റ്റാറാണ് നമ്മുടെ ഓപ്പറേഷൻ. ഇനി ഇവിടെ ഈ 16 കോളങ്ങളിൽ എഴുതുന്നത് ഇതിൻ്റെ ആൻസറാണ്. നമ്മുടെ സ്റ്റാർ എന്താണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. എൽ സി എം കാണുവാണ്. അപ്പോൾ ഇവിടെ വരേണ്ട ആൻസർ 1ൻ്റെയും എൽ സി എത്തിൻ്റെ ആൻസറാണ്. 1 സ്റ്റാർ 1ൻ്റെ ആൻസർ എഴുതുന്ന സ്ഥലം ഇത്. 1 സ്റ്റാർ 1 എന്ന് വെച്ചാൽ എ സ്റ്റാർ ബി എയുടെയും ബിയുടെയും എൽ സി ആയതുകൊണ്ട് 1 സ്റ്റാർ 1ൻ്റെയും എൽ സി എം 1. 1 സ്റ്റാർ 2 1ൻ്റെയും 2ൻ്റെ എൽ സി എം 2. 1 സ്റ്റാർ 4ൻ്റെ ആൻസർ എഴുതുന്ന സ്ഥലം ഇത്. 1ൻ്റെയും 4ൻ്റെയും എൽ സി എം 4. 1ൻ്റെയും 8ൻ്റെ എൽ സി എം 8. 2ൻ്റെയും 1ൻ്റെയും എൽ സി എം ഇവിടെ എഴുതണ്ടേ. 2 സ്റ്റാർ 1ൻ്റെ ആൻസർ ഇവിടെയാണ് 2. 2ൻ്റെയും എൽ സി എം 2. 2ൻ്റെയും 4ൻ്റെ എൽ സി എം 4. 2ൻ്റെയും 8ൻ്റെ എൽ സി ഇവിടെ എഴുതണ്ട 8. 4ൻ്റെയും 1ൻ്റെയും എൽ സി എം ഇവിടെ എഴുതും 4. 4ൻ്റെയും 2ൻ്റെയും എൽ സി എം 4. 4ൻ്റെയും 4ൻ്റെ എൽ സി എം 4. 4ൻ്റെയും 8ൻ്റെ എൽ സി 8. 8ൻ്റെയും 1ൻ്റെയും എൽ സി എം ഇവിടെ വരും 8. 8 സ്റ്റാർ 2 8ൻ്റെയും 2ൻ്റെയും എൽ സി ഇവിടെ വരും 8. 8ൻ്റെയും സ്റ്റാർ 4 എന്ന് പറയുമ്പോൾ 8ൻ്റെയും 4ൻ്റെ എൽ സി ഇവിടെ വരും 8. 8 സ്റ്റാർ 8 8ൻ്റെ എൽ സി 8. ഇങ്ങനെയാണ് ടേബിൾ ഫില്ല് ചെയ്യണത്.
ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ആൻസർ 16 ആൻസറും 1, 2, 4, 8 ഇതിലേതെങ്കിലുമൊക്കെയാണ്. അപ്പോൾ എ സ്റ്റാർ ബി ആയിട്ട് കിട്ടിയ ആൻസറുകളെല്ലാം നമ്മുടെ ആ എ എന്ന സെറ്റിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി വയ്ക്കണം. ക്ലിയർലി എ സ്റ്റാർ ബി ബിലോങ്സ് ടു എ ഫോർ എവരി എ ബി ബിലോങ്സ് ടു എ ദെർഫോർ സ്റ്റാർ ഈസ് ബൈനറി ഓപ്പറേഷൻ എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് പഠിക്കണം. റൈറ്റ് എ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണ്. നമ്മൾ ഈ എ എന്ന സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ എഴുതുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. വിച്ച് ഹാസ് ഐഡൻറ്റി എലിമെൻറ്റ് 4, ഐഡൻറ്റി എലിമെൻറ്റ് 4 വരണം. ആൻഡ് എവരി എലമെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്, ഓരോ എലമെൻറ്റിനും ഈ പറഞ്ഞ 4 എലമെൻറ്റിനും ഹാസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്, അത് തന്നെ ഇൻവേഴ്സായിട്ട് വരണം. അതായത് 1ൻ്റെ ഇൻവേഴ്സ് 1 വരണം, 2ൻ്റെ ഇൻവേഴ്സ് 2 വരണം, 3യുടെ ഇൻവേഴ്സ് 4ൻ്റെ ഇൻവേഴ്സ് 4 വരണം, 8ൻ്റെ ഇൻവേഴ്സ് 8 വരണം. അങ്ങനെ 3 കാര്യങ്ങൾ പാലിക്കണം. 1 കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, 2 ഐഡൻറ്റി എലിമെൻറ്റ് 4 വരണം, 3 എല്ലാ എലിമെൻറ്റിൻ്റെ ഇൻവേഴ്സ് അത് തന്നെ ആയിരിക്കണം. 1ൻ്റെ 1 തന്നെ, 2ൻ്റെ 2 തന്നെ, 4ൻ്റെ 4 തന്നെ, 8ൻ്റെ 8 തന്നെ. അങ്ങനെ ഒരു ടേബിൾ വരച്ച് ബൈനറി ഓപ്പറേഷൻ കൊണ്ടുവരാൻ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. അപ്പോൾ ഞാൻ 1, 2 അടയാളം കൊടുത്തിട്ടുണ്ട്. 8 8 ഒരുപോലെ കൊടുത്തിരിക്കുന്നത്. 2നും 2നും ഒരേ അടയാളം, 1നും 1നും ഒരേ അടയാളം, പിന്നെ ഈ 8നും 8നും ഒരേ അടയാളം. അതെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർ ഇവിടെ, 1 2 4 8 ക്വസ്റ്റ്യൻ ഇവിടെയും ഇവിടെയും. അതെല്ലാം ബൈനറി ഓപ്പറേഷനിലും അങ്ങനെയാണ്. സ്റ്റാർ ഇവിടെ, ക്വസ്റ്റ്യൻ ഇവിടെയും ഇവിടെയും. പിന്നെ നമ്മുടെ ആദ്യത്തെ കാര്യം ഐഡൻറ്റി എലിമെൻറ്റ് 4 വരണമെന്നാണ്. അതിനെന്ത് ചെയ്തു? 4ൻ്റെ താഴെ ഈ 1 2 4 8 തന്നെ എഴുതുക, 4ൻ്റെ നേരെയും 1 2 4 8 തന്നെ എഴുതുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഐഡൻറ്റി എലിമെൻറ്റ് 1 വരാൻ ഇത് സൈഡിൽ എഴുതി തന്നിട്ടുണ്ട്. 4ൻ്റെ താഴെയും 4ൻ്റെ നേരെയും 1 2 4 8 എഴുതുക. ഈ 4 ആകാനാണിത്. അതിനാ അങ്ങനെ പറഞ്ഞേ? ഐഡൻറ്റി എലിമെൻറ്റ് എന്ന് പറയുന്നത് എ സ്റ്റാർ ഈ സമം ഇ സ്റ്റാർ എ സമം എ എന്നാണ്. ഒന്നുകൂടെ പറയാം. ഐഡൻറ്റി എലിമെൻറ്റ് നിർവചനം എ സ്റ്റാർ ഈ സമം ഇ സ്റ്റാർ എ സമം എ എന്നാണ്. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം. നമ്മൾ 1 2 4 8 ആണ് ആദ്യം 4ൻ്റെ നേരെയും 4ൻ്റെ താഴെയും ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളൊരു വേറെ പേപ്പർ എടുത്ത് വെച്ച് ഈ ക്വസ്റ്റ്യൻ സൈഡിൽ മാത്രം എഴുതി സ്റ്റാറും വെച്ചിട്ട് ഈ 16 കള്ളി പൂരിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട 1 2 4 8 മാത്രം 4ൻ്റെ താഴെ നേരെ എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഐഡൻറ്റി എലിമെൻറ്റ് 4 ആണോന്നോ ശരിയാണോ നോക്കാം. 1 സ്റ്റാർ 4 1 എന്നാണ് കിടക്കണേ, 4 സ്റ്റാർ 1ഉം 1 എന്നാണ് കിടക്കണേ. അപ്പോൾ അത് എ സ്റ്റാർ ഇ സ്റ്റാർ എ എന്നുള്ളതായിട്ട് കമ്പയർ ചെയ്യുക. എ സ്റ്റാർ ഇ സമം എ, കണ്ടോ? ഈ 4 വന്നു, എ 1 വന്നു. എ സ്റ്റാർ ഈ 4 വന്നെന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ എ സ്റ്റാർ ഇ സമം എ, ഇ സ്റ്റാർ എ സമം എ. ഒരു കാര്യം ശരിയായി. ഇനി അടുത്തത് വായിക്കേണ്ടത് 2 സ്റ്റാർ 4 എന്നാണ് 2 നമ്മൾ വായിക്കാം. എ സ്റ്റാർ ഇ സമം എ, 2 സ്റ്റാർ 4 2. അപ്പോൾ ഉടനെ 4 സ്റ്റാർ 2 വായിക്കണം. 4 സ്റ്റാർ 2 2. അപ്പോൾ ഇ സ്റ്റാർ എ സമം എ, അത് ശരിയായി. ഇനി 4 സ്റ്റാർ 4 4 മറ്റേ രീതിയിൽ വായിച്ചാലും 4 സ്റ്റാർ 4 4. അത് എ ആയിട്ട് 4 എടുത്ത് ഇ ആയിട്ട് 4 എടുത്ത് ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നില്ല. എ സ്റ്റാർ ഇ സമം എ, ഇ സ്റ്റാർ എ സമം എ, അതാണ് ഈ വായിച്ചത്. ഇനി 8 വെച്ച് 8 സ്റ്റാർ 4 8 എന്നല്ലേ വന്നേ. അപ്പോൾ എ ഇത് എ സ്റ്റാർ ഇ സമം എ, നേരെ തിരിച്ച് ഇ സ്റ്റാർ എ സമം എ. ഒന്നുകൂടെ ഇ സ്റ്റാർ എ, ഇതല്ലേ എൻ്റെ ഉത്തരം. ഇ സ്റ്റാർ എ സമം എ. എ ആയിട്ട് ഏതെടുത്തെ 8, ഇ ആയിട്ട് ഏതെടുത്തെ 4. ഇ സ്റ്റാർ 8 സമം എ. അപ്പോൾ ഞാൻ ഈ വായിച്ച എല്ലാത്തിലും ശ്രദ്ധിച്ചോ, ഇ ആയിട്ട് 4 തന്നെ വരുന്നു. എ ആയിട്ട് നമ്മൾ 1 2 4 8 മാറി മാറി വായിച്ചു. 8 സ്റ്റാർ 4 എന്നാ 8, ഇത് എ സ്റ്റാർ ഇ സമം എ, ഇ സ്റ്റാർ എ സമം എ. 8 തന്നെയല്ലേ രണ്ടിടത്തും വന്നേ. അപ്പോൾ ഞാൻ തിരിച്ചും വായിച്ച എന്തിനാണെന്ന് വെച്ചാൽ ഐഡൻറ്റി എലിമെൻറ്റ് 4 മാത്രം പോരാ, കമ്മ്യൂട്ടേറ്റീവ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കോളത്തിൽ കമ്മ്യൂട്ടേറ്റീവും കൂടി ശരിയായി. ഈ 1 2 3 4 5 6 ഇതൊന്നോടെ എണ്ണണ്ട.
ആദ്യത്തെ സെറ്റിൽ വന്നാണ് 7 കോളത്തിലും കമ്മ്യൂട്ടേറ്റീവ് ശരിയായെന്ന് കാണിക്കാനാണ് തിരിച്ചും വായിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ ഒരു പ്രത്യേകത ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് ഈ 3 കാര്യവും പഠിക്കണം. ബാക്കി ഇപ്പോൾ നമ്മൾ 7 കള്ളിയെ പൂരിപ്പിച്ചോളൂ. ഇനി 16 9 കള്ളി ബാക്കി കിടപ്പുണ്ട്. എവരി എലമെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് ആണ് അടുത്ത കാര്യം പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെ വരണം. ഇൻവേഴ്സിൻ്റെ നിർവചനം എന്നാ? എ സ്റ്റാർ ബി സമം ഇ വരണം. ബി സ്റ്റാർ എ സമം ഇ വരണം. എ സ്റ്റാർ ബി സമം ബി സ്റ്റാർ എ സമം ഇ വരുമ്പോഴാണ് ബി സമം എ ഇൻവേഴ്സ്. അപ്പോൾ ബിയും എയും 1ഉം 1ഉം ഇട്ടാലാണ് ഇ വരുള്ളൂ. എളുപ്പമുണ്ട്. 1 സ്റ്റാർ 1 ഇത് എ ഇത് ബി. എ സ്റ്റാർ ബി സമം ഇ. ഇ എന്താണ്? 4. എ സ്റ്റാർ ബി സമം ഇ. നേരെ തിരിച്ച് ബി സ്റ്റാർ എ സമം ഇ. അങ്ങനെ വരുമ്പോൾ ബി സമം എയുടെ ഇൻവേഴ്സ്. ഏത് വേണമെങ്കിലും എയും ബിയും മാറി മാറി പറയാം. ബിയുടെ ഇൻവേഴ്സ് ബി എയുടെ ഇൻവേഴ്സ്. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് 1 ആയി കിട്ടിയില്ലേ? ഇനി ഈ കള്ളി 4 ഇട്ട് വയ്ക്കണം. അതുപോലെ ഈ കള്ളി 4 ഇട്ട് വയ്ക്കണം. കാരണം 2 സ്റ്റാർ 2ൻ്റെ സ്ഥലം അത്. 2 സ്റ്റാർ 2 4 ഇട്ടാലേ 2ൻ്റെ ഇൻവേഴ്സ് 2 വരുള്ളൂ. ഇത് എ ഇത് ബി ഇട്ട് വായിച്ചേ. എ സ്റ്റാർ ബി സമം ഇ. ഇ 4 ആണല്ലോ. ബി സ്റ്റാർ എ സമം ഇ. അപ്പോൾ ബി എ ഇൻവേഴ്സ്. 2ൻ്റെ ഇൻവേഴ്സ് 2. അപ്പോൾ ഈ സ്ഥലം 4 ഇട്ട് വയ്ക്കണം. ഈ സ്ഥലം ഏതിൻ്റെ സ്ഥലമാണ്? 4 സ്റ്റാർ 4ൻ്റെ. അത് നേരത്തെ ഇങ്ങനെ ഇട്ടപ്പോൾ തന്നെ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 4ൻ്റെ ഇൻവേഴ്സ് 4 ആണ്. ഇനി ഈ സ്ഥലവും 4 ഇട്ട് വയ്ക്കണം. ഇത് ഏതിൻ്റെ സ്ഥലമാണ്? 8 സ്റ്റാർ 8ൻ്റെ സ്ഥലം. എ ആയിട്ട് ഇത് വായിക്കുക. എ സ്റ്റാർ ബി സമം ഇ. 4 വന്നില്ലേ? ഇനി ബി സ്റ്റാർ എ സമവും ഇ. അപ്പോൾ ബി എയുടെ ഇൻവേഴ്സ് 8ൻ്റെ ഇൻവേഴ്സ് 8 തന്നെ. അപ്പോൾ ഇതാണ് 1 സ്റ്റാർ 1ഉം 2 സ്റ്റാർ 2ഉം. ഇടയ്ക്ക് 4 സ്റ്റാർ 4 ഞാൻ പറയാത്തത് നേരത്തെ ഇട്ട് പോയി. ഈ സ്ഥലം നേരത്തെ ഇട്ട് പോയതാണ്. ഇങ്ങനെ താഴേക്ക് എഴുതിയപ്പോൾ ഇട്ടതാണ്, അതുകൊണ്ട് പറഞ്ഞില്ല. അപ്പോൾ 8 സ്റ്റാർ 8ഉം 4 ഇട്ട് വയ്ക്കുക. വാരിയിട്ടതാണ് -4 അല്ല 4 ഇടുക. ഈ പറഞ്ഞ 3 സ്ഥലം 4 ഇട്ട് വയ്ക്കുക. ഐഡൻറ്റി എലമെൻറ്റ് ഈ ആയ 4 ഇട്ട് വയ്ക്കുക. എന്നാലേ 1ൻ്റെ ഇൻവേഴ്സും 2ൻ്റെ ഇൻവേഴ്സും 4ൻ്റെ ഇൻവേഴ്സും 8ൻ്റെ ഇൻവേഴ്സും ഒക്കെ 1 2 4 8 എവരി എലമെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ്. 1ന് 1 തന്നെ ഇൻവേഴ്സ്, 2ന് 2 തന്നെ ഇൻവേഴ്സ്, 4ന് 4 തന്നെ ഇൻവേഴ്സ്, 8ന് 8 തന്നെ ഇൻവേഴ്സ് വരികയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര സ്ഥലം കൊണ്ട് ഇട്ട് വെച്ചു? നേരത്തെ 7 ഇട്ടായിരുന്നു. ഇങ്ങനെയും ഇങ്ങനെ ഇട്ടപ്പോൾ 7 ഇട്ടായിരുന്നു. 1 2 3 ഇട്ടു, 10 ഇട്ടു. ഇനി ബാക്കി 6 സ്ഥലമുണ്ട്. ആ 6 സ്ഥലമാണ് 2 8കൾ, 2 2കൾ, 2 1കൾ. ഇതാണ് 6 സ്ഥലം. ഈ 6 സ്ഥലത്തിൽ 3 സ്ഥലം തന്നെയാണ് 6ആയിട്ട് മാറുന്നത്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ശരിയാകാൻ ബാക്കി എല്ലാ സ്ഥലത്തും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ശരിയായിട്ടുണ്ട്. നമ്മൾ ആ ഇട്ട 10 സ്ഥലവും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പാലിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഇതാണ്. ഇത് നമ്മുടെ ബ്ലാങ്കായിട്ട് കിടക്കുക. 1 സ്റ്റാർ 2 ഈ 1 2 4 8ൽ ഏതെങ്കിലും കയറ്റിയിടുക. എനിക്ക് 8 ഇടാൻ തോന്നി, ഞാൻ ഇട്ടു. 1 സ്റ്റാർ 2 8 ഇടുമ്പോൾ ഉടനെ നിങ്ങൾ എവിടെയും 8 തന്നെ കൊടുക്കണം. 2 സ്റ്റാർ 1 ഇവിടെയും ഫില്ലാക്കാനുള്ള സ്ഥലമായിരുന്നു, 8 തന്നെ കൊടുക്കണം. എന്നാലേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ശരിയാവുള്ളൂ. നമുക്ക് 1 2 4 8ൽ ഏതും കൊടുക്കാം. ബാക്കിയുള്ള 6 സ്ഥലങ്ങൾ ഞാൻ 8 ഇട്ടു. ഇവിടെ 8 ഇട്ടാൽ ഞാൻ ഇവിടെ 8 ഇടണം. കാരണം അത് 1 സ്റ്റാർ 2ൻ്റെ സ്ഥലവും 2 സ്റ്റാർ 1ൻ്റെ സ്ഥലമാണ്. അത് ഈക്വലായാലേ കമ്മ്യൂട്ടേറ്റീവ് ആവുള്ളൂ. 2 ഒപ്പം പൂരിപ്പിച്ച് പോയി. ഇനി 2 2 എനിക്കിവിടെ വെറുതെ 2 ഇടാൻ തോന്നി, ഞാൻ ഇട്ടു. 1 സ്റ്റാർ 8 ആണത്. അപ്പോൾ 8 സ്റ്റാർ 1ഉം ഈ 2 തന്നെ കൊടുക്കണ്ടേ? ഇനി ഈ സ്ഥലവും കൂടെ ബാക്കിയുള്ളൂ. ഇവിടെ എനിക്ക് 1 ഇടാൻ തോന്നി, ഞാൻ ഇട്ടു. ഇത് ഏതിൻ്റെയാണ്? 8 സ്റ്റാർ 2ൻ്റെ. അപ്പോൾ ഞാൻ 2 സ്റ്റാർ 8ലും ആ 1 തന്നെ കൊടുക്കണ്ടേ? അങ്ങനെ 16 കള്ളിയും പൂരിപ്പിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1 2 4 8 4ൻ്റെ നേരെയും താഴെയും പൂരിപ്പിച്ച് ഈ 4 ആക്കി വയ്ക്കുക. പിന്നെ ചെയ്യേണ്ടത് അതാത് എലമെൻസിന് അതാത് ഇൻവേഴ്സ് വരാൻ 1 സ്റ്റാർ 1ഉം 2 സ്റ്റാർ 2ഉം 4 സ്റ്റാർ 4ഉം 8 സ്റ്റാർ 8ഉം 4 ഇട്ട് വയ്ക്കുക. അതാണ് ഈ എഴുതി വെച്ചത്. പിന്നെ കമ്മ്യൂട്ടേറ്റീവ് ശരിയാകാൻ ബാക്കിയുള്ള 6 സ്ഥലങ്ങൾ 1 2 4 8ൽ ഏതെങ്കിലും ഉപയോഗിച്ച് കമ്മ്യൂട്ടേറ്റീവ് ശരിയാക്കുക. കമ്മ്യൂട്ടേറ്റീവ് ശരിയാകാൻ ബാക്കിയുള്ള 6 സ്ഥലങ്ങൾ 1 2 4 8ൽ ഏതെങ്കിലും ഉപയോഗിച്ച് കമ്മ്യൂട്ടേറ്റീവ് ശരിയാക്കുക. എന്ന് വെച്ചാൽ 2 സ്റ്റാർ 1 8 ഇട്ടാൽ 1 സ്റ്റാർ 2 8 തന്നെ കൊടുക്കണം. അങ്ങനെ നമ്മുടെ 16 കളിയും പൂരിപ്പിച്ചാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ മെനി സച്ച് ഡിഫറെൻറ്റ് ബൈനറി ഓപ്പറേഷൻസ് അസ് ഇൻ പാർട്ട് 2 ആർ പോസിബിൾ.
ഈ പറയുന്ന ഈ 3 പ്രത്യേകതയുള്ള എത്ര ബൈനറി ഓപ്പറേഷൻ ഇതുപോലെ വേറെ വേറെ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 1 2 4 8 ഫിക്സ്ഡാണ്. ഇതും 7 കള്ളി അങ്ങ് കടന്നുപോയി. പിന്നെ 1 സ്റ്റാർ 1 2 സ്റ്റാർ 2 8 സ്റ്റാർ 8ഉം 4 തന്നെ കൊടുത്താലേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ 7ൻ്റെ കൂടെ 3 കൂട്ടി 10 പോയി. പിന്നെ 6 ഉണ്ട്. ആ 6 ഇത് എന്തിടുന്നോ അതിനനുസരിച്ചാണിത്, ഇത് എന്തിടുന്നോ അതനുസരിച്ചാണിത്, ഇത് എന്തിടുന്നോ അതനുസരിച്ചാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 കള്ളിയല്ലേ നമുക്ക് ഇഷ്ടമുള്ള എലമെൻറ്റ് ഉപയോഗിച്ചിടാൻ പറ്റുള്ളൂ. ഇവിടെ എന്തിട്ടാൽ ഇവിടെ എന്ത് വേണമെങ്കിലും ഇടാം, അതിനനുസരിച്ച് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും ഇടാം, ഇവിടെ എന്ത് വേണമെങ്കിലും ഇടാം, ഇവിടെ എന്ത് വേണമെങ്കിലും ഇടാം. 1 2 4 8 ഏത് വേണമെങ്കിലും ഇടാമെന്ന്. ഇത് തന്നെ ഇവിടെ വരുത്തണം, ഇത് തന്നെ ഇവിടെ വരുത്തണം, ഇത് തന്നെ ഇവിടെ വരുത്തണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് 3 സ്ഥലങ്ങളല്ലേ, ഈ 6 3 സ്ഥലങ്ങളല്ലേ ഇഷ്ടം പോലെ ഇടാൻ പറ്റുള്ളൂ. ഇടുന്നതനുസരിച്ച് ഇതും കൂടെ ആയി പോവല്ലേ, 3 സ്ഥലങ്ങളേ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 എലമെൻറ്റ് ഉപയോഗിച്ച് 3 സ്ഥലങ്ങളാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ 3 സ്ഥലങ്ങളെ ആദ്യത്തെ സ്ഥലത്ത് 4 സംഖ്യകളിൽ ഏതും കൊടുക്കാമെന്ന്. അടുത്ത സ്ഥലത്തും 3 സ്ഥലങ്ങളാണ് ശരിക്കും ഇങ്ങനെ നമുക്ക് ഫിക്സ്ഡ് അല്ലാത്ത സംഖ്യകളുള്ളൂ. ആ 3 സ്ഥലങ്ങളിൽ ഈ 4 ഡിജിറ്റുകളിൽ ഏതും കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് 4 രീതിയിൽ പൂരിപ്പിക്കാം, അടുത്ത സ്ഥലവും 4 രീതിയിൽ പൂരിപ്പിക്കാം, അടുത്ത സ്ഥലവും 4 രീതിയിൽ പൂരിപ്പിക്കാം. 4 × 4 × 4 അതാണ് 4⁻3 എന്ന് എഴുതിയേക്കണേ. 4⁻3 എത്ര? 64. 64 ബൈനറി ഓപ്പറേഷൻ ഈ രീതിയിൽ വേറെ വേറെ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഫംഗ്ഷൻ ബി ഈസ് ഡിഫൈൻഡ് ആസ് ടു ഈച്ച് പേഴ്സൺ ഓൺ ദ എർത്ത് ഈസ് അസൈൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. എന്താണ് ഫംഗ്ഷൻ ബി? ഈ എർത്തിലുള്ള ഓരോ പേഴ്സണും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുണ്ട്. ഈസ് ദിസ് ഫംഗ്ഷൻ 1 1 ഗീവ് റീസൺ. നിങ്ങൾക്ക് കേൾക്കാത്ത തന്നെ അറിയാം. കുറേ മനുഷ്യരുടെ പേര് ആദ്യത്തെ സെറ്റ് ഡൊമൈൻ, ഏതെങ്കിലും കുറച്ച് ഡേറ്റുകൾ രണ്ടാമത്തെ സെറ്റ് കോഡൊമൈൻ. പക്ഷേ 2 3 മനുഷ്യർക്ക് ചിലപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വരില്ലേ. അപ്പോൾ ഇത് 1 1 അല്ലല്ലോ, അല്ല. റീസൺ എന്താണ്? ഡിഫറെൻറ്റ് പേഴ്സൺസ് ഹാവ് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് റീസൺ. അത് കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ആൻഡ് ജി. രണ്ടും കോസ്റ്റനോട് 0 π/2 എന്ന് 6ലേക്ക്. എഫ്(x, sin x, gx, cos x). എഫും ജിയും 1 1 ആണെന്ന് തെളിയിക്കുക. f+c 1 1 ആണോ റീസൺ പറയുക. 2 ചോദ്യം. ആദ്യ ചോദ്യം എഫും ജിയും 1 1 ആണെന്ന് തെളിയിക്കുക. എഫ്(x) എടുത്തെഴുതി 1 1 ഈ രീതി f(x1 f(x2) ഈക്വൽ ആണെങ്കിൽ x1 x2 വരുന്നുണ്ടോ? അതല്ലേ f1 1. f(x, sin x) f(x1 = f(x2) implies sin x1 = sin x2 implies x1 = x2. നിങ്ങൾക്കറിയാം ഇവിടുത്തെ x1 x2 2 ആംഗിളാണ്. ആ ആംഗിൾ ഇതിനകത്തുള്ളതാണ്. 0 തൊട്ട് 0 ഉൾപ്പെടെ 90 ഡിഗ്രി ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള ആംഗിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സൈൻ വില അതിനിടയ്ക്കുള്ള ആംഗിളിന് തുല്യമായിട്ട് വന്നാൽ ആംഗിൾ തുല്യമായിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് f1 1 ആണെന്ന് കിട്ടി. ഇതും കൂടെ മാത്രം നോക്കുക. ഇതല്ലേ 1 1ൻ്റെ കണ്ടീഷൻ. gx cos x, g(x1 = g(x2) implies cos x1 = cos x2 implies x1 = x2 0 π/2. നേരത്തെ പറഞ്ഞ പോലെ 0 ഡിഗ്രി 90 ഡിഗ്രി ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള ഏത് ആംഗിളിനും കോസ് വില സെയിം ആയിട്ട് വന്നാൽ ഉറപ്പായിട്ടും ആംഗിൾ സെയിം ആയിരിക്കും. നിങ്ങൾക്കറിയാം 0ക്കും 90നും ഇടയ്ക്കും വേറെ ഒരേ വില വരുന്ന 2 ആംഗിൾ ഒന്നുമില്ല. ആംഗിൾ തുല്യമായിട്ട് വന്നാൽ മാത്രമേ വിലയും തുല്യമായിട്ട് വരുള്ളൂ. g ഈസ് 1 1. ഇനി f+cയുടെ ഈസ് f+c 1 1 ചോദിച്ചിട്ടുണ്ടാകുന്നു. f+c കണ്ടുപിടിച്ച് നോക്കണം. f+c ഓഫ് എക്സ് f(x) + g(x) അങ്ങനെ അത് കാണാൻ പറ്റുള്ളൂ. f+c ഓഫ് x = f(x) + g(x) sin x + cos x എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി f+c 1 1 ആണെന്ന് നോക്കിയാൽ പറഞ്ഞാൽ നമ്മുടെ 0 π/2 തന്നെയാണ് നോക്കേണ്ടത്. 0യും π/2 2 വിലകൾക്ക് ഇതിനിടയ്ക്കുള്ള വില എടുക്കാം. ഞാൻ ഏതായാലും ഈ 2 വില തന്നെ എടുത്തു. ആ 2 വിലകൾക്കും f+c വില കണ്ടുപിടിച്ചു. f+c ഓഫ് 0 f+c ഓഫ് π/2 കണ്ടു. f+c ഓഫ് 0 sin 0 + cos 0. ഈ വില 0, ഈ വില 1. ആൻസർ 1. f+c ഓഫ് π/2 sin π/2 + cos π/2. sin π/2 1, cos π/2 0. ഉത്തരം 1. 2 ആൻസർ സെയിം, പക്ഷേ വേറെ വേറെ എലമെൻസിന് സെയിം ആൻസർ. അപ്പോൾ f+c നോട്ട് 1 1. ഇനി അടുത്ത ചോദ്യം, നമ്പർ ഓഫ് അൺനോൺ ഫങ്ഷൻസ് ഫ്രം എ സെറ്റ് കണ്ടെയ്നിങ് 2 elements ടു എ സെറ്റ് കണ്ടെയ്നിങ് 3 elements. ആദ്യത്തെ സെറ്റിൽ 2 elements, അടുത്ത സെറ്റിൽ 3 elements. എത്ര 1 1 ഫംഗ്ഷൻ വരയ്ക്കാൻ പറ്റും? 2 elements ഉള്ള സെറ്റിൽ നിന്ന് 3 elements ഉള്ള സെറ്റിലേക്ക്
എത്ര 1 ഫംഗ്ഷൻ വായിക്കാൻ പറ്റും? നിങ്ങൾ റഫായിട്ട് പേനയും പെൻസിലും എടുത്ത് വരച്ച് നോക്ക്. ആദ്യത്തെ സെറ്റിൽ 2 എലമെൻറ്റ്സ് ഇടുക, അടുത്ത സെറ്റിൽ 3 എലമെൻറ്റ്സ് ഇടുക. എന്നിട്ട് എത്ര 1 ഫംഗ്ഷൻ 1 നിർവ്വഹണം അറിയാലോ. എവരി ഡിസ്റ്റൻ്റ് എലമെൻറ്റ്സ് ആ ഡിസ്റ്റൻ്റ് ഇമേജസ്. അപ്പോൾ നിങ്ങൾക്ക് 6 ആൻസർ കിട്ടും. പെർമ്യൂട്ടേഷൻ വെച്ചാണെങ്കിൽ 3p2 ആണ് ചെയ്തത്. 6 എന്ന ആൻസർ കിട്ടും. വരച്ച് നോക്കിയാലും മതി. ഇങ്ങനെ ലെറ്റ് എ ഈസ് ഇക്വൽ ടു സെറ്റ് 1 2 3 4. ചെക്ക് വെദർ ദ റിലേഷൻ 6 തന്നിരിക്കുന്ന റിലേഷനിൽ 4 ഓർഡേഡ് പെയറുണ്ട്. 1 1 2 2 3 4 4 2 ആണ്. അത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കുക. തന്നിരിക്കുന്ന റിലേഷൻ എടുത്തെഴുതി. എ എന്ന സെറ്റിലാണ് ഈ റിലേഷൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 എടുത്തെഴുതി. 1 1 2 2 3 3 4 4. ഈ 1 1 2 2 പോലെ 3 3 4 4 കൂടി ഇതിനകത്തുണ്ടെങ്കിൽ ഈ 6 റിഫ്ലക്സീവ് ആവുകയുള്ളൂ. 3 3 ഇല്ല. 3 3 നോട്ട് ബിലോങ്സ് ടു ആ പേപ്പർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. 4 4 കാര്യം പറയണ്ട. എങ്കിലും ഒരു റീസൺ പറഞ്ഞാൽ മതി, രണ്ടും പറയണ്ട. അപ്പോൾ റിഫ്ലക്സീവ് അല്ലെന്ന് മനസ്സിലായി. 3 4 ഉള്ളപ്പോൾ 4 3 വേണ്ടതല്ലേ? 4 3 ഇല്ല. 3 4 ബിലോങ്സ് ടു ആർ ബട്ട് 4 3 നോട്ട് ബിലോങ്സ് ടു ആർ പേപ്പർ ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഓർഡർ പേരിൻ്റെ സെക്കൻഡ് മറ്റേതിൻ്റെ ഫസ്റ്റ് സെയിം ആയിട്ട് വന്നു ഇതിലാണ് അത് ശരിയായത്. ഇവിടുത്തെ സെക്കൻഡ് ഇവിടുത്തെ ഫസ്റ്റ് സെയിം ആണ്. അപ്പോൾ 3 4 4 2 ആറിലുണ്ട്. അപ്പോൾ ഏത് വന്നമായിരുന്നു? 3 2 വന്നമായിരുന്നു. വന്നില്ല. അപ്പോൾ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതെങ്ങനെ എഴുതിയ? 3 4 ബിലോങ്സ് ടു ആർ ആൻഡ് 4 2 ബിലോങ്സ് ടു ആർ ബട്ട് 3 2 നോട്ട് ബിലോങ്സ് ടു ആർ therefore R is not transitive. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ആൻ ഇക്വലൻസ് റിലേഷൻ ആണ് വിത്ത് മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. എന്നാൽ ഈ സെറ്റ് ഉപയോഗിച്ച് മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഒരു ഇക്വലൻസ് റിലേഷൻ പറയാമോ? മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളതാണെങ്കിൽ ഈ സെറ്റ് ഉപയോഗിച്ചല്ലേ 1 1 2 2 3 3 4 4 വന്നാലല്ലേ റിഫ്ലക്സീവ് വരുള്ളൂ. അത് തന്നെ കിട്ടും. റിലേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ അല്ലേ പറയണ്ടേ? അപ്പോൾ റിഫ്ലക്സീവ് ആണെന്ന് മനസ്സിലായി. സിമെട്രിക് എങ്ങനെ നോക്കാം? 1 1 ഉള്ളപ്പോൾ നേരെ തിരിച്ച് 1 1 ഉണ്ടോ? ഉണ്ട്. 2 2 ഉള്ളപ്പോൾ 2 2 ഉണ്ടോ? 3 3 ഉള്ളപ്പോൾ 3 3 ഉണ്ട്. 4 4 ഉള്ളപ്പോൾ 4 4 ഉണ്ട്. ഉണ്ട്. സിമെട്രിക്കുമാണ്. ട്രാൻസിറ്റീവ് ഒരെണ്ണത്തിൻ്റെ സെക്കൻഡ് മറ്റേതിൻ്റെ ഫസ്റ്റായിട്ട് ഒരു പേരും ഇല്ലല്ലോ. ട്രാൻസിറ്റീവ് നോക്കാൻ അങ്ങനെ ഒരു പേരും ഇല്ലെങ്കിൽ വെറുതെ ട്രാൻസിറ്റീവ് എഴുതുകയല്ലേ ചെയ്യണേ. ചുരുക്കി പറഞ്ഞാൽ ഈ റിലേഷൻ റിഫ്ലക്സീവ് സിമെട്രിക്കും ട്രാൻസിറ്റീവ് ഒപ്പമായ ഒരു റിലേഷനാണ്. അതായത് ഇത് ഇക്വലൻസ് റിലേഷനാണ്. മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇതിൽ വന്നിട്ടുള്ളൂ. ഇത്ര എലമെൻറ്റ്സ് ഇടാതെ ഇത് റിഫ്ലക്സീവ് ആവില്ല. ഷോ ദാറ്റ് എ റിലേഷൻ ഓൺ എ ഹാവിങ് 5 എലമെൻറ്റ്സ് കനോട്ട് ബി ആൻ ഇക്വലൻസ് റിലേഷൻ. 5 എലമെൻ്റ് ഉള്ള റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ? ആവില്ല. ഷോ ദാറ്റ് എ റിലേഷൻ ഓൺ എ ഹാവിങ് 5 എലമെൻറ്റ്സ് കനോട്ട് ബി ആൻ ഇക്വലൻസ് റിലേഷൻ ആവില്ല എന്ന് തെളിയിക്കുക. 6 ഇക്വലൻസ് റിലേഷൻ ആകുമ്പോൾ ഈ 4 എലമെൻറ്റ്സ് ഉറപ്പായിട്ട് അറിവ് വേണം. എന്നാലേ അത് റിഫ്ലക്സീവ് ആവുള്ളൂ. പിന്നെ ഓൾ അതർ പെയേഴ്സ് എ ബി ഇൻ ആർ. ഇനി വേറൊരു പെയർ എ ബി ആറിലെടുക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനനുസരിച്ച് ബി എ അറിവ് വന്നാലേ അത് സിമെട്രിക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 എണ്ണത്തിൻ്റെ കൂടെ ഈ റിലേഷനായിരുന്നു തന്നെ ഈ പറഞ്ഞ ഈ 4 എണ്ണം കൂടാതെ ഒരു 3 2 ഇതിനകത്ത് കയറ്റിയിട്ടാൽ നമുക്ക് 2 3 കൂടെ ഉണ്ടെങ്കിലല്ലേ സിമെട്രിക് ആവുള്ളൂ. അപ്പോൾ 3 2 ഇടാൻ പറ്റുമോ? 3 2 ഇടുമ്പോൾ 5 എലമെൻ്റായി മാറും. 5 കൂടുതൽ എലമെൻറ്റ്സ് വരാനും പാടില്ല. 3 2 ഇട്ടാൽ 2 3 വരുത്തുകയും വേണം. എങ്കിലേ സിമെട്രിക് ആവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 5 എലമെൻ്റ് വരുന്ന റിലേഷൻ പറയാൻ പറ്റില്ല സിമെട്രിക്ക് ശരിയാകത്തക്ക വിധം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എ റിലേഷൻ വിത്ത് ഓഡ് നമ്പർ ഓഫ് ഓർഡേഡ് പെയേഴ്സ് കനോട്ട് ബി ആൻ ഇക്വലൻസ് റിലേഷൻ. ഓഡ് നമ്പർ ഓഫ് ഓർഡേഡ് പെയേഴ്സ് 5 3 അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ഓർഡേഡ് പെയേഴ്സ് ഉള്ള ഒരു റിലേഷൻ ഒരിക്കലും ഈക്വലൻസ് റിലേഷൻ ആവില്ല. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6 അങ്ങനെ ഓർഡേഡ് പെയറിൻ്റെ എണ്ണം വന്നാലേ അത് ഈക്വലൻസ് റിലേഷൻ ആവുള്ളൂ എന്ന് മനസ്സിലായി. ഇന്ന് പഠിപ്പിച്ചത് കുറച്ച് കണക്കുകളേ ഉള്ളൂ. എഴുന്നട്ടോ 14ാമത്തെ കണക്ക് തൊട്ടാന്ന് തോന്നുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട്. അപ്പോൾ 14 15 16 17 ലാസ്റ്റ് 17ാമത്തെ കണക്കാണ് ഇന്നേം തുടങ്ങുന്നത്. 17 14 5 16 17 4 കണക്കേ പഠിപ്പിച്ചിട്ടുള്ളൂ. കൃത്യമായിട്ട് എഴുതിയെടുത്ത് ഒരു 5 തവണയെങ്കിലും ഉറക്കം വായിച്ച് പറഞ്ഞു പഠിക്കണം. ഈ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതണം. ഈ ഭാരീസ് ആൻഡ് ഇക്വലൻസ് റിലേഷൻ ദെൻ ദ 4 എലമെൻറ്റ്സ് 1 1 2 2 3 3 4 4 മസ്റ്റ് ബി ഇൻ ആർ ടു ബിക്കം റിഫ്ലക്സീവ്.
ഫോർ ഓൾ അതർ പെയർ എ ബി ഇൻ ആർ ദെയർ മസ്റ്റ് ബി ബി ഐ ഇൻ ആർ ടു ബിക്കം സിമെട്രിക്. സോ എ റിലേഷൻ വിത്ത് ഓഡ് നമ്പർ ഓഫ് ഓർഡേഡ് പേഴ്സ് കനോട്ട് ബി ആൻ ഈക്വലൻസ് റിലേഷൻ. എ ബി ഇട്ടാൽ ഉടനെ ബി എ ഇടണം. അപ്പോൾ 5 എന്നുള്ള എന്തായി പോവും, 6 പോവും. അപ്പോൾ എ ബി ഇട്ടാൽ ബി എ ഇട്ടാലേ സിമെട്രിക്ക് വരുള്ളൂ. അപ്പോൾ 5 എന്നുള്ള നമ്പർ എന്തായി പോവും, 6 പോവും. അതുകൊണ്ട് ഉടനെ പറഞ്ഞു ഓഡ് നമ്പർ ഓഫ് ഓർഡേഡ് പേഴ്സ് ഉള്ള റിലേഷൻ ഒരിക്കലും ഈക്വലൻസ് റിലേഷൻ അല്ല. എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക.